ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള പേരിൽ കുറെ സപ്പോർട്ടേഴ്സ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും ചെയ്യുന്നതേ കേവലം 18-19 വയസ്സ് പ്രായം മാത്രമുള്ളൊരു പെൺകൊച്ചിനെ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറക്കി വിടുക, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകൾ അവളെ വിധിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അവളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ അങ്ങോട്ട് പഴംപുരാണം പറഞ്ഞിട്ടിട്ടിരിക്കുന്ന വീഡിയോയുടെയൊക്കെ തുടക്കത്തിലുള്ള അശ്ലീല സംഭാഷണത്തിന്റെ ആ ഒരു ബിറ്റുണ്ടല്ലോ, ആ ഒരു ഭാഗം കട്ട് ചെയ്യണമായിരുന്നു. എങ്ങനെ തോന്നി നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്യാൻ? നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത, നമ്മുടെ വാക്കുകൊണ്ട് ഉച്ചരിക്കാൻ കഴിയാത്ത, നമ്മുടെ മനസ്സിലേക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്ര 19 വയസ്സ് പ്രായം മാത്രമുള്ളൊരു കൊച്ചിനെതിരെ പറഞ്ഞിരിക്കുന്ന അശ്ലീല ചുവയുള്ള ആ ഒരു സംഭാഷണം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീഡിയോയുടെ മുന്നിൽ എഡിറ്റ് ചെയ്തു? നിങ്ങൾ എത്ര തവണ അത് കേട്ടു? നിങ്ങളുടെ വീഡിയോയുടെ മുന്നിൽ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സപ്പോർട്ടാണ്? ഒരിക്കലുമല്ല. നിങ്ങൾ പൊതുസമൂഹത്തിലോട്ട് അവളെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വിധിച്ചോ വിധിച്ചോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശരിക്കും അവളെ ചേർത്ത് നിർത്താനാണെങ്കിൽ നിയമ പരിരക്ഷ കൊടുക്കൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് അവൾക്ക് മെസ്സേജ് അയക്കൂ, അവളെ സംസാരിച്ച് അവളെ സപ്പോർട്ട്, മെന്റൽ ഹെൽത്ത് കൊടുക്കൂ, ഒരു മെന്റൽ സപ്പോർട്ട് അവൾക്ക് കൊടുക്കൂ. അല്ലാതെ ചെറിയ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്ന മോശം സംഭാഷണങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യാനാന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങിലേക്ക് ഒരു കുട്ടിയെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് അവളെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മോശം സംഭാഷണം ഉന്നയിച്ച ആൾക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സംഭാഷണത്തിന് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കാത്ത ആളുകളിലേക്ക് പോലും ആ ഒരൊറ്റ ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾ ഇടുന്നത് വഴി ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറയുന്ന അതേ മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും ഈ സംഭാഷണം കേൾക്കുന്ന ആൾ ആ കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നതെന്ന്? ഒരിക്കലുമില്ല. നമ്മളെപ്പോലെ എല്ലാവരും ടൗണിലും ഒക്കെ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളൊന്നും അല്ല എല്ലാവരും ജീവിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ഉൾമേഖല, ഇനിയിപ്പം സിറ്റിയിൽ ജീവിക്കുന്നവരും ഏറ്റവും ഒട്ടും പുരോഗമനമില്ലാതെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയും ഇത് കേൾക്കുമ്പോൾ ആ കുട്ടിയെ ജഡ്ജ് ചെയ്യും. അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. എന്താ മോം ഓഫ് ഗൗരി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിലൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ ആദ്യം ഈ തെറി വിളിക്കുന്ന ഭാഗമാണ് അവരുടെ വീഡിയോയുടെ മുന്നിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അവർ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ എത്ര തവണ അത് കേട്ടിട്ടുണ്ടാവും? ഇവർക്ക് കേൾക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഉളുപ്പോ, ഇവർക്കൊരു ഭയം തോന്നുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല, ഇന്ന് വരെ മുഴുവനായിട്ട് കേട്ടില്ല. കാരണം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം ഉണ്ടാകുന്നു. അപ്പോൾ ആ കേട്ട പെൺകുട്ടിയുടെ അവസ്ഥയോ? ഇന്നലെ അവൾ ഒരു റിപ്ലൈ വീഡിയോ, അതായത് ഒരു റിയാക്ടിങ് വീഡിയോ അവളും ചെയ്തിട്ടുണ്ട്. കുറേ ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ എത്രമാത്രം മെന്റലി തകർന്നിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ, ഇന്ന് വരെ ഈ പെൺകുട്ടി കണ്ടിട്ട് പോലുമില്ല, അപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീ, അതായത് അവളെ സംബന്ധിച്ച് അവൾക്ക് ബഹുമാനം തോന്നേണ്ട പ്രായത്തിലുള്ള ഒരു സ്ത്രീ വളരെ മോശമായിട്ട്, അതും അവൾ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണോ അവരുടെ പ്രായത്തിൻ്റെയും അവരുടെ കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നം മൂലം അവർ ഇത്തരത്തിലുള്ള ആ സംഭാഷണങ്ങൾ ഒരിക്കലും ആരും ഉപയോഗിക്കാൻ പാടില്ല. അത് കുടുംബത്തിലുള്ള പെൺകുട്ടികളോട് ഈ മീഡിയ വഴി അല്ലാതെ ഡയറക്റ്റ് സംസാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ മറ്റൊരാളോട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കണമായിരുന്നു. ഇത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഭാഗം വീണ്ടും വീണ്ടും കേൾപ്പിച്ച് ഈ പെൺകുട്ടിക്ക് ബുള്ളിങ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇവൾക്കെതിരെ പറയുമ്പോൾ അവൾ ഭയചകിതയാകത്തേ ഉള്ളൂ. ഒരിക്കൽ പോലും അവള് ഭയങ്കര, അവൾക്ക് ഇരട്ടി ദേഷ്യം. ഇപ്പം നമ്മൾ നമ്മുടെ അനിയത്തിമാരോട് അല്ലെങ്കിൽ ഇപ്പം മക്കളോട് എന്തെങ്കിലുമൊക്കെ നീ എന്തിനാ വസ്ത്രം ധരിക്കുന്ന, ആര് കാണാമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് തിരിച്ചെന്തെങ്കിലും പറയും. പക്ഷേ പരിചിതയല്ലാത്ത അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ അത്തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവൾ ഭയപ്പെട്ടു പോയി. കുറേ നാളുകൾ അവർക്കൊരു ട്രോമയായിട്ട് കിടക്കും. പക്ഷെ അതിൻ്റെ ഇരട്ടി ട്രോമ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്നവർ എന്നുള്ള പേരിൽ. പിന്നെ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകൾ, പേരൊക്കെ മറന്നുപോയി. അപ്പോൾ ഈ മോം ഓഫ് ഗൗരി എന്ന് പറയുന്ന അവർ ഇട്ടിരിക്കുക ഈ മോശം പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് പുള്ളിക്കാരത്തിയുടെ വീഡിയോയുടെ ആദ്യം അറ്റാച്ച് ചെയ്തിട്ട് പുള്ളിക്കാരത്തി പറയാം, ദയാസുജിത്തിന് പോലൊരു മോളെ കിട്ടാൻ നിങ്ങൾക്ക് മുക്കിയാലും പറ്റത്തില്ല, അത്രയും പൊന്നുപോലൊരു മോളാണ്, അത്രയും നല്ലൊരു മോളെ നിങ്ങൾക്ക് ഇനി കിട്ടത്തില്ല എന്ന്. അതെന്താ? ആ മോൾ എന്ത് തെറ്റ് ചെയ്തു? ഇത് ഇവരുടെ വീഡിയോ, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഇവരുടെ വീഡിയോ കേൾക്കുന്ന ഇവരുടെ ഫോളോവേഴ്സ്, ഇതിനെക്കുറിച്ച് അറിയാത്ത ഇച്ചിരി മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകൾ എന്തായിരിക്കും ധരിക്കുന്നത്? അതായത് അവൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്ത കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ, പദപ്രയോഗങ്ങൾ. അതിനൊക്കെ മുന്നേ സാധാരണ ഈ സ്ത്രീകളും അമ്മമാരും ഒക്കെയാണ് ഇതിപ്പോൾ ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ വീഡിയോയുടെ ആദ്യം കേൾക്കാൻ കൊള്ളില്ലാത്ത, ഒരാളും അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്ത, കേട്ടാൽ അറയ്ക്കുന്ന ഭയം വരുന്ന, ഉളവാക്കുന്ന വാക്കുകൾ ഇവർ എഡിറ്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ എത്ര സമയമെടുക്കും? എത്ര തവണ ഇവരിത് കേട്ടിട്ടുണ്ടാവും? എത്ര തവണ ഇവരിത് ട്രിം ചെയ്തിട്ടുണ്ടാവും?
നിങ്ങളാണോ സപ്പോർട്ടേഴ്സ്? ഒരു പെൺകുട്ടിയുടെ വേദനയിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്കെതിരെ പറയുന്ന മോശം കാര്യങ്ങൾ അത് പ്രവർത്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പോലും പറ്റത്തില്ല. ആ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അക്കൗണ്ടിൽ നിന്നുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മഞ്ജു പിള്ള എന്ന് പറയുന്ന മാമിനെ അറിയാം, ഈ കുട്ടീനെ അറിയാം. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് സംസാരിക്കാവുന്നേ ഉള്ളൂ, നിയമപരിരക്ഷ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഓരോരുത്തർ മറ്റൊരു ചാനൽ, കുറച്ച് ഫേമസ് ആയിട്ടൊരു ചാനലാണ്, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അതിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീ ഈ ദയാസുജിത്തിനെതിരെ സംസാരിച്ച ആളുടെ വീഡിയോയുടെ മിനിറ്റ്സ് പറയുകയാണ്. മിനിറ്റ്സ് പറഞ്ഞിട്ട് ഇത്ര മിനിറ്റിൽ അവളുടെ ശാരീരികമായിട്ട് ശരിയാ മോശം പറയുന്നുണ്ട്. പക്ഷെ ഇവരെ കാണുന്ന ആളുകൾ തപ്പിപ്പിടിച്ച് അപ്പം തന്നെ പോകും. എന്നിട്ട് ആ മിനിറ്റ്സിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് ആ പെൺകുട്ടിയെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ അതായത് സപ്പോർട്ടേഴ്സിന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓടുകയാണ് ഇപ്പോൾ ദയാസുജിത്തിന്റെ അക്കൗണ്ടിലേക്ക്. ദയാസുജിത്ത് പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് കാണാൻ വേണ്ടി അത് സൂം ചെയ്യും, അത് ചരിച്ച് വെച്ച് നോക്കും. എന്നിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കേരളം വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണെങ്കിൽ പോലും പുരോഗമന ചിന്താഗതിയിൽ ഒരു 2% ഗ്രോത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര ഉന്നമന ചിന്താഗതിയുള്ള, എത്ര എഡ്യൂക്കേഷൻ ഉള്ള ഫാമിലിയിലുള്ള, അല്ലെങ്കിൽ എത്ര നവോത്ഥാനങ്ങൾ ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരിലും ഒരു ഇടുങ്ങിയ ചിന്താഗതി എവിടെയെങ്കിലുമൊക്കെ തെളിഞ്ഞു കാണാം. എസ്പെഷ്യലി സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ. സ്ത്രീകളെ എപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പെൺകുട്ടികളുടെ വസ്ത്രധാരണം പഴയ തലമുറക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത് പോലെ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വസ്ത്രം എന്നുള്ളത് അവരുടെ, അതായത് തുണി ഉരിഞ്ഞ് നടക്കുക എന്നുള്ളത് അവരുടെ ചിന്തകളിലില്ല. ഈ കുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് മോഡലിംഗ് ഇഷ്ടമാണ്. അതിൻ്റെ പുതിയ പുതിയ വാതിലുകൾ തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് അവളുടെ അക്കൗണ്ട് നോക്കുന്ന ഒരാൾക്ക് ശരിയാണ്, ആ ഫോട്ടോ കാണുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ മോഡലിംഗ്, അതായത് പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ മലയാളികൾ നോക്കുമ്പോൾ അത് കുറച്ച് വിയേർഡായിട്ട് പ്രായമുള്ളവർക്ക് തോന്നും. അവർ ആ രീതിയിലേ കാണത്തുള്ളൂ. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വീഡിയോയുടെ ആദ്യം ഈ തെറി അഭിഷേകമാണ്, ഈ പൂരപ്പാട്ടാണ്. ഈ പൂരപ്പാട്ട് അങ്ങോട്ട് കഴിയുമ്പോൾ ഈ വീഡിയോ ഇടുന്ന ആളുകൾ ഇങ്ങനെ കന്യാമറിയം പോലെ ഭയങ്കര വിശുദ്ധ പോലെ വന്നു നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ പറയാണ്. നിങ്ങളെന്തിനാ നല്ല കാര്യങ്ങൾ പറയുന്നത്? ആ കൊച്ചിനെ വിളിക്കുന്ന തെറിപ്പാട്ടല്ലേ നിങ്ങൾ ആദ്യം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ തെറിപ്പാട്ട് മാറ്റി വയ്ക്കും. നിങ്ങൾ ആ മോശം സംഭാഷണങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അതാണ് യഥാർത്ഥ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ദയാസുജിത്തിനെ, മഞ്ജു പിള്ള എന്ന് പറയുന്ന മാമിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ ഈ മഞ്ജു പിള്ള മാമും ദയാസുജിത്ത് എന്ന് പറയുന്ന ഈ മോളും റിപ്ലൈസ് കൊടുക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഈ റിപ്ലൈ മാത്രം മതി. അതായത് മഞ്ജു പിള്ളയുടെ ഒരു റിപ്ലൈ വേണം, അത് മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ്, അതായത് തെറ്റ് ചെയ്യാത്തൊരു പെൺകുട്ടിയെ അവൾ എന്തോ തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുമ്പോൾ എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വിചാരം അതായത് ആദ്യമായിട്ട് ഈ ഒരു കോൺട്രവേഴ്സി പറഞ്ഞ ആ ഒരാൾക്കെതിരെ നടത്തുന്ന ബുള്ളിങ് ആണ്, നിങ്ങൾ അവരെ പ്രതിരോധിക്കുക? ഒരിക്കലുമല്ല. നിങ്ങൾ അവർ പറഞ്ഞ ആ തെറിപ്പാട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നല്ല ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നല്ല നല്ല പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ലിപ്സ്റ്റിക്കും അതും ഇതുമൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതുപോലെ പൂരപ്പാട്ടിനൊരു പ്രൊമോഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകൾ ദയവ് ചെയ്ത് ആ പെൺകുട്ടിയെ മോശം പറയുന്ന ഭാഗം റിമൂവ് ചെയ്തിട്ട് ആ ഭാഗം നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞു. ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ആളുകളൊക്കെ എന്നെ എയറിൽ കയറ്റി. അതായത് അതിനകത്ത് ഞാൻ ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത്, നിനക്ക് ഷെഫീന ബീവിയെക്കാളും പ്രായമുണ്ടല്ലോ. ആ ശരിയാണ്, എനിക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ 65 വയസ്സുള്ള അമ്മൂമ്മ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒരാൾ അവരുടെ ഒരു അധിക്ഷേപ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇട്ടുകൊടുക്കുന്ന രീതിയിലല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ടെന്ന് പറയുന്ന സംഭവം എല്ലായ്പ്പോഴും അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ റെഡിയായി വരണമെന്നില്ല. അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ മോശമായിട്ടായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഒരൊറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ വീഡിയോയിലും ഞാൻ ഈ തെറിപ്പാട്ട് അറ്റാച്ച് ചെയ്ത വീഡിയോ കണ്ടില്ല. അതായത് അമ്മച്ചിമാരും ആൻറ്റിമാരും മക്കളുമാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവരുടെ വീഡിയോയുടെ മുന്നിൽ ഈ തെറി അഭിഷേകമാണ്. അങ്ങനെ ചെയ്യണം. നമുക്ക് കേൾക്കാൻ അറക്കുന്ന, നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ വിഷ്വലൈസ് ചെയ്യാണ്, ഭയം വരികയാണ്. അത്തരത്തിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ എത്ര തവണ കേട്ടിട്ടായിരിക്കും നിങ്ങളുടെ വീഡിയോയിൽ അത് ആഡ് ചെയ്തത്? നിങ്ങൾക്ക് എങ്ങനെ വന്നു ആ ഒരു മനക്കെട്ടി, ചങ്കൂറ്റം എങ്ങനെ വന്നു? അതിനൊക്കെ മുന്നേ നിങ്ങളുടെ വീഡിയോ കാണാനിരിക്കുന്നവർ ആദ്യം കേൾക്കുന്നത് ഈ തെറിപ്പാട്ടായിരിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പുരോഗമന ചിന്താഗതിക്കാർ കുറച്ച് വെളിവോടും ബുദ്ധിയോടും കൂടി പ്രവർത്തിച്ചാൽ നല്ലതായിരുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇനിയിപ്പം എല്ലാവരുടെയും ആളുകൾ എന്നെ എയറിൽ കയറ്റി നിനക്ക് എത്ര വയസ്സുണ്ട്, പ്രായമുണ്ട്, നീ തള്ളയല്ലേ, നീ അമ്മോ മേലെ, എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർ മര്യാദയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഒന്നുകിൽ അവൾക്ക് നിയമപരിരക്ഷ കൊടുക്കുക, അല്ലാതെ ചുമ്മാതെ നിങ്ങളുടെ ചാനൽ ഒരു കോണ്ടന്റ് ആവും, അതിനപ്പുറത്തേക്ക് ദിയുടെ ആണെങ്കിലും മഞ്ജു മാമിൻ്റെ ആണെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഒരു ഹഗ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇമോജി കിട്ടും, തീർന്നു, ഡൺ. ഇത്രയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട്? ഇതാണോ അവൾക്ക് വേണ്ട സപ്പോർട്ട്? ഡയറക്റ്റ് സംസാരിക്കൂ, പരിരക്ഷ കൊടുക്കൂ. അതിനൊക്കെ അപ്പുറം ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോയുടെ മുന്നിലിട്ടേക്കുന്ന പൂരപ്പാട്ട് മാറ്റൂ, തെറി അഭിഷേകം മാറ്റൂ. അതിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ ഭാഗം മറ്റുള്ളവരെ കേൾപ്പിക്കാതെ ഇരിക്കൂ, അതിന് പ്രൊമോഷൻ കൊടുക്കാതെ ഇരിക്കൂ. അതിന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അത് പറഞ്ഞ ആൾക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ആ പെൺകുട്ടിയെ ജഡ്ജ് ചെയ്യും.
അവൾ ഇന്നലെ പറയുന്നുണ്ട് 2% ആളുകൾ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ എന്താ സപ്പോർട്ട് ചെയ്യാത്തത്? കാരണം മിസ്ലീഡ് ചെയ്യപ്പെടുകയാണിത്. അപ്പോൾ ദയവ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് അറിഞ്ഞ് ബുദ്ധിയോടെ ഉള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് അതെന്തിനുള്ളതാണെങ്കിലും കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. അവൾക്ക് വേണ്ടത് ഒരു 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 മാനസിക പിന്തുണ. അവളിപ്പോൾ വീക്കായിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കുക. ആ കുട്ടിക്ക് വേണ്ട മെൻ്റൽ ഹെൽത്ത് അവൾക്ക് കൊടുക്കുക, പുറമേ നിന്നുള്ള സപ്പോർട്ട് കൊടുക്കുക, നിയമപരമായിട്ടുള്ള പരിരക്ഷകൾ കൊടുക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ കുട്ടിയോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാലേ നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. പക്ഷെ അതിനു മുന്നേ ഈ തെറിപ്പാട്ട് കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ? ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത്, അത് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയാണ് ഈ ഭാഗം എടുത്ത് ക്രോപ്പ് ചെയ്ത് ഇവരുടെ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. ആദ്യം കേൾക്കുന്നവർ ഈ പൂരപ്പാട്ട് കേട്ട് തല വിറങ്ങലിച്ചിട്ട് ഇവിടെ നല്ല കാര്യം ആരെങ്കിലും കേൾക്കും, പിന്നെ അവരുടെ മൈൻഡ്, അവരുടെ ബ്രെയിൻ മുഴുവൻ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ ചെന്ന് ഈ പോസ്റ്റ് നോക്കും, അപ്പോൾ പിന്നെ ഈ രീതിയിൽ ചിന്തിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശരിയാണ്, വിദ്യാഭ്യാസത്തിൽ നമ്മൾ കേരളക്കാർ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. ചിന്താഗതികളിൽ ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകൾക്ക്. വിശാലമായിട്ട് ചിന്തിക്കുന്ന കാലങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ 5-10 ജനറേഷൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് വേണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അവൾക്കെതിരെ പറയുന്ന മോശം കാര്യങ്ങൾ മാറ്റുക. ആ വാക്കുകൾക്ക് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക. അവളെ ചേർത്ത് നിർത്തുക, ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തുക.